ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? പിന്നെ നമ്മൾ കാണാൻ പോകുന്ന നല്ലൊരു വൈറൽ ഐറ്റാണ് കേട്ടോ. ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഐറ്റാണ്. ഇതാണ് ഇൻഫ്യൂസ്ഡ് ചിക്കൻ. നല്ല പൈസ കൊടുത്തിട്ടാണ് നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഇത് കഴിക്കുന്നത് കേട്ടോ. ഇതുള്ള റെസ്റ്റോറൻറ്റും കുറവാണ്. ഇങ്ങനെ പല സ്ഥലത്തും ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ പോയിട്ടാണ് ഈ ഒരു ഐറ്റം കഴിക്കുന്നത്. പല ഫ്ലേവറിലും കിട്ടും കേട്ടോ. അടിപൊളി ടേസ്റ്റിയാണ്. ഇത് കഴിക്കാനായിട്ട് പല സ്ഥലത്തുനിന്നും ആൾക്കാർ ഈ ഒരു ഇൻഫ്യൂസ്ഡ് ചിക്കൻ കഴിക്കാനായിട്ട് വരുന്നുണ്ട്. അപ്പം നമ്മൾ നോക്കിയാൽ അതെങ്ങനെയാണ് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കുക എന്നുള്ളത് കണ്ടിട്ട് ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. അപ്പോൾ ആ ഒരു ഇൻഫ്യൂസ്ഡ് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 ഫുൾ ചിക്കനാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ സ്കിന്നോട് കൂടിയാണ് എടുത്തത്. സ്കിൻ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഏതാണോ നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ അതെടുക്കുക. അപ്പോൾ 2 മുഴുവൻ തോടുക്കുള്ള ചിക്കൻ എടുത്ത് വെച്ച് ഇനി അതിൻ്റെ ഒരു മസാലയാണ് കാണിക്കുന്നത്. നമുക്ക് പാപ്രിക്കയാണ് വേണ്ടി കേട്ടോ. 1 ടേബിൾ സ്പൂൺ ഇട്ട് അന്നേരം എൻ്റെ ക്യാമറ ഓഫായി പോയതാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ പാപ്രിക്ക വേണം. 2 ചിക്കനിലേക്കുള്ള അളവാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ പാപ്രിക്ക ഇട്ടതിന് ശേഷം മുളക് പൊടി വേണം. എരിവിന് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് നല്ല ജീരകപ്പൊടിയാണ് 1 ടേബിൾ സ്പൂൺ. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ നിറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എങ്ങനെയാണ് ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്നതാണോ എന്ന് ചോദിച്ചിരുന്നത്. അങ്ങനെ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി വെക്കലാണ്. 6 മാസം വരെ ഇത് ഫ്രിഡ്ജിൽ വെക്കാം. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ടൊമാറ്റോ പേസ്റ്റ് ആണ് വേണ്ടത്. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ്. ഇത് കെച്ചപ്പ് അല്ല കേട്ടോ, ടൊമാറ്റോ പേസ്റ്റ് ആണ്. ഇതില്ലാന്നുണ്ടെങ്കിൽ തക്കാളി അരച്ചിട്ട് ചേർത്താൽ മതി. പിന്നെ വേണ്ടത് ഒരു 3 ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങൻ്റെ നീര് വേണം കേട്ടോ. ഒരു 3 ടേബിൾ സ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഏതെങ്കിലും ടൈപ്പ് ഓയിൽ, വെളിച്ചെണ്ണ അല്ലാത്ത ഏത് ഓയിലും കൊടുക്കുക. ഞാനിവിടെ ഒലിവ് ഓയിലാണ് എടുക്കുന്നത് കേട്ടോ. ഒരു 3 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ബട്ടർ ഉരുക്കിയിട്ടോ എങ്ങനെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 2.5 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിൽ വെള്ളം ചേർക്കേണ്ടിയില്ല കേട്ടോ. ഈ ഒരു തന്നെ മതി. നന്നായിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടി പറ്റും. എക്സ്ട്രാ വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യം വരില്ല. നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് എടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് എടുക്കണം. അപ്പോൾ ഓരോ ചിക്കൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആദ്യം ഉൾഭാഗത്ത് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് പുറം ഭാഗവും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം കേട്ടോ. ഈ ഒരു മസാല ഈ മസാല തന്നെ വേണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മസാലയും ചെയ്യാം. അപ്പോൾ ഇൻഫ്യൂസ്ഡ് ചിക്കനിൽ തന്നെ ചീസി ഫ്ലേവർ ഉള്ളതും ഹണി ചിക്കൻ ഫ്ലേവർ ഉള്ളതും അങ്ങനെ ഒരുപാട് ഫ്ലേവറിൽ തന്നെ കിട്ടും. അപ്പോൾ ഏത് മസാലയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ചാണ് ഇതിൻ്റെ പേര് മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതിപ്പോൾ സാധാ നമ്മൾ ഉണ്ടാക്കുന്ന സാധാ ഒരു ടേസ്റ്റിലുള്ള ഒരു ഇതാണ് ഫ്ലേവറാണ് ഞാൻ കൊടുത്തത്. അധികം എരിവൊന്നും ഉണ്ടാവില്ല. എന്നാലും ഒരു അറബിക് ടേസ്റ്റിലുള്ള ആ ഒരു ഫ്ലേവറിലാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇനിയിപ്പോൾ ഇതാ രണ്ടും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊരു മിനിമം 4 മണിക്കൂറെങ്കിലും വെക്കണം. ഓവർനൈറ്റ് വെച്ചാൽ അത്രയും നല്ലതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 മണിക്കൂറാണ് ഇത് മാറ്റി വെക്കണം കേട്ടോ. അത് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മാത്രമാണ് ഈ ഒരു മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടുക. ഇനിയിപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് മയോണൈസ് വേണം. ഒരു 4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എഗ്ഗെല്ലാം ഉപയോഗിക്കുന്ന പാലാണ്. നല്ല തണുത്ത 1/4 കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും ഒരു 1/2 ടീസ്പൂൺ തന്നെ പഞ്ചസാരയും ചേർത്ത് കൊടുത്താണ്. ഇനിയിപ്പോൾ നമ്മൾ എത്രയാണോ പാലെടുത്ത് അതിൻ്റെ ഡബിൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വെളിച്ചെണ്ണ അല്ലാത്ത ഏത് ഓയിൽ കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 1/2 കപ്പോളം സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാടങ്ങ് അടിക്കണ്ട, ജസ്റ്റ് ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് കെച്ചപ്പ്, ടൊമാറ്റോ കെച്ചപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂണോളം. പിന്നെ മുളക് പൊടി വേണം. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, അല്ലെങ്കിൽ 1 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ വിനെഗർ, സുർക്ക ചേർത്ത് കൊടുത്താണ്. ഇനിയിപ്പോൾ ഒരു 1/4 കപ്പും കൂടി എണ്ണയും കൂടെ വെച്ച് കൊടുക്കുക കേട്ടോ. ഓയിൽ 1/4 കപ്പും കൂടി വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കുക. ഇപ്പോൾ അത് നന്നായിട്ട് അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചില്ലി ഗാർലിക് മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ചില്ലി ഗാർലിക് മയോണൈസ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. വേറൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇതാണ് നമുക്ക് ചിക്കൻ്റെ ഉള്ളിലേക്ക് ഇൻഫ്യൂസ് ചെയ്യാനുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ ചിക്കൻ നമ്മൾ സ്ലോ കുക്ക് ചെയ്യാണ് ചെയ്യുക. ഈ ഒരു ഇൻഫ്യൂസ്ഡ് ചിക്കൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സ്ലോ ആയിട്ട് കുക്ക് ചെയ്തെടുക്കണം. 180 ഡിഗ്രിയിൽ ഞാൻ 2 മണിക്കൂറാണ് ഇത് ഓവനിൽ ചെയ്തെടുക്കുന്നത്. നിങ്ങൾ അങ്ങനെ കുക്ക് ചെയ്യുകയാണെങ്കിലും അത് കുറച്ച് സ്ലോ ആയിട്ട് ചെയ്തെടുക്കണം, കുറഞ്ഞ ടെമ്പറേച്ചറിൽ. ഇപ്പോൾ അതായത് 2 മണിക്കൂർ ഓവനിൽ കുക്ക് ചെയ്തെടുത്തതാണ്. ഇനിയിൽ ഈ ഇറങ്ങി വന്നിട്ടുള്ള ഇതിൻ്റെ സ്റ്റോക്ക് കാണുന്നില്ല ഈ ഒരു ട്രയൽ, അത് നമുക്ക് മാറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ അത് ഞാനിത് വേറൊരു കപ്പിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ആവശ്യമുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു സോസ് ഉണ്ടാക്കണം. അപ്പം ഒരു 50 ഗ്രാം ബട്ടറാണ് ഞാൻ എടുത്തത് കേട്ടോ. 50 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ ആയിരിക്കണം, സോൾട്ട് ഇല്ലാത്തതാണ്. അപ്പോൾ അതൊന്ന് ഒരു പാനിലേക്ക് ഇട്ടിട്ട് അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. 50 ഗ്രാമാണ് 2 ചിക്കനിലേക്കുള്ള അളവാണ് പറയുന്നത്. അപ്പോൾ അതൊന്ന് മെൽറ്റ് ആയിക്കോട്ടെ. അത് മെൽറ്റ് ആകുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് മൈദപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഒരു 4 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ. ആദ്യത്തെ സ്പൂൺ എന്ന് പറയുന്നത് 2 ടേബിൾ സ്പൂൺ ഉണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ചെറിയ തീയിലിട്ടിട്ട് സിമ്മിലിട്ടിട്ട് ഇതിനൊന്ന് നന്നായിട്ട് കുക്ക് ചെയ്ത് എടുക്കണം. ഇത് റെഡി ആയോ ഇല്ലയെന്ന് എങ്ങനെ അറിയാമെന്ന് വെച്ചാൽ ഇതിങ്ങനെ ബബിൾസ് ആയിട്ട് വരും. ഇങ്ങനെ ഇളക്കണ സമയത്ത് തീരെ വെയിറ്റ്ലെസ് ആയിട്ട് നമുക്ക് തോന്നുകയും ചെയ്യും. ആ ഒരു രീതി എത്തുന്നവരെ ഒരു 2-3 മിനിറ്റ് ടൈം എടുത്തിട്ട് ചെറിയ സിമ്മിൽ ഇതിനൊന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. എന്നാലാണ് ആ ഒരു പച്ചച്ചായൊക്കെ മാറി നന്നായിട്ട് ആ ഒരു കറക്റ്റ് പാകത്തിൽ ആയിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ നന്നായിട്ട് പതഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാ ഒന്നും കൂടെ ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക. ഇപ്പോൾ അത് നന്നായിട്ട് പതഞ്ഞ് പൊന്തി നമ്മൾ ഇളക്കണ സമയത്ത് ഇങ്ങനെ തീരെ വെയിറ്റ് ഇല്ലാത്ത പോലെ തോന്നും. ഇപ്പോൾ അത് റെഡി ആയിന് കേട്ടോ.
ഇനി ഇതിലേക്ക് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 3 കപ്പ് പാലാണ് ഈ ഒരു അളവിലേക്ക് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ 3 കപ്പ് ഒറ്റയടിക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കരുത്, കുറേശ്ശെ കുറേശ്ശാണ് ഒഴിച്ചെടുക്കേണ്ടത് കേട്ടോ. കുറേശ്ശെ ഒഴിച്ച് ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. എന്നിട്ട് ഇത് മിക്സ് ചെയ്യുന്നതിനനുസരിച്ച് ഇങ്ങനെ കട്ടായി വരും. അധികം കട്ടാകുന്നതിന് മുന്നേ കുറേശ്ശെ പാല് പിന്നെയും ഒഴിച്ചു കൊടുക്കുക. ഇത് മൊത്തത്തിൽ ഇപ്പം ഞാൻ ഒരു 3 കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് മിക്സ് ചെയ്ത് ഇതിനൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കുക, കൈ എടുക്കരുത്. ഇപ്പോൾ അതാ ഒന്ന് കുറുകാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാകുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് നേരത്തെ നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്ത സമയത്ത് നമ്മൾ എടുത്ത് മാറ്റി വെച്ചാൽ നമ്മൾ ചിക്കൻ്റെ സ്റ്റോക്ക് ഇല്ല, അതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു 3 കപ്പ് പാലും ഉണ്ട്, ഏകദേശം ഇതൊരു കപ്പിൻ്റെ അടുത്ത് ഒരു 3/4 കപ്പോളം സ്റ്റോക്ക് ഉണ്ട്, അതും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഈ സമയത്ത് ആ ഒരു സ്റ്റോക്കിൽ ഉപ്പുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ എക്സ്ട്രാ ഉപ്പം ചേർക്കരുത്, ഇങ്ങനെ നോക്കിയെടുക്കുക. അപ്പോൾ അതാ ഒരു നേരിയ ഉപ്പുണ്ട് കേട്ടോ, ഒരുപാടങ്ങ് ഉപ്പില്ലെങ്കിലും ചെറിയ ഉപ്പുണ്ട്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ചീസാണ്. ഏത് ചീസ് വേണമെങ്കിലും ചേർക്കാം, ഒന്നുകിൽ ചെഡാർ ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മൊസറല്ല ചേർക്കാം കേട്ടോ. ഞാനിവിടെ മൊസറലാണ് എടുത്തത്, ചെഡാറായാലും കുഴപ്പമൊന്നുമില്ല, എൻ്റെ അടുത്ത് ഇപ്പം ചെഡാറില്ല. അപ്പോൾ അതാ 150 ഗ്രാം ഉണ്ട് ഈ ഒരു ചീസിൻ്റെ അളവ് പറയുകയാണെങ്കിൽ. ഒരു 150 ഗ്രാം ചീസും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതും ഇതിൽ കിടന്നൊന്ന് മെൽട്ടായിട്ട് വരണം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഫ്ലേവറിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒറിഗാനോ ആണ്. നമ്മൾ പിസ്സയിലൊക്കെ ഇടുന്ന ഒറിഗാനോ, അതൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ആ ഒരു ഫ്ലേവറും കൂടി വരും. പിന്നെ വേണ്ടത് ഈ ഉപ്പിന് പകരം ഇനിയിപ്പോൾ കുറച്ച് ഉപ്പും കൂടി വേണമല്ലോ, അപ്പോൾ ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല. ആ ഒരു റെസ്റ്റോറൻറ്റിലത്തെ അതേ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ചിക്കൻ മാഗി ക്യൂബാണ് ചേർക്കുന്നത്, 1 കേട്ടോ, ഒറ്റൊന്ന് മതി. അതൊക്കെ നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലെല്ലാം കൂടെ ഒന്ന് മിക്സ് ആയിട്ട് ഈ ചീസൊക്കെ ഒന്ന് മെൽട്ടായിട്ട് വരണം കേട്ടോ. ചെറിയ സിമ്മിൽ ഇട്ടിട്ടാണ് ഇതൊക്കെ ചെയ്തെടുക്കേണ്ടത്. നന്നായിട്ട് ഇത് മെൽറ്റാക്കി എടുക്കാം. എന്നിട്ട് വല്ലാണ്ടങ്ങ് കട്ടി തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പാലാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് കേട്ടോ. നല്ല കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് പാൽ ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഒരു 1/2 കപ്പും കൂടെ പാൽ ഒഴിച്ച് കൊടുത്താണ്, ഇത്തിരി കൂടി ലൂസാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഈ ഒരു ചീസി സോസ് റെഡിയാക്കി എടുക്കുക. അപ്പോൾ നന്നായിട്ട് മെൽറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അത് അടിപൊളിയായിട്ട് ഞാൻ മെൽറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളെ ചീസി സോസ് കേട്ടോ. ഇതാണ് നമുക്ക് അതിൻ്റെ ആ ഒരു ചിക്കൻ്റെ മേലെ അടിയിലൊക്കെ തേച്ച് കൊടുക്കാനുള്ള നമ്മളെ ചീസി സോസ് എന്ന് പറയുന്നത്. ഇപ്പോൾ കണ്ടില്ല, നല്ല അടിപൊളിയായിട്ടുള്ള സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് അറേഞ്ച് ചെയ്യണം എന്നുള്ളത് കാണിച്ചു തരാം. നമ്മൾ ഈ ഒരു ഉണ്ടാക്കി വെച്ച സോസ് ഇല്ല, അത് നമുക്ക് പ്ലേറ്റിൻ്റെ അടിയിൽ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് നിരത്തി കൊടുക്കണേ ആ ഒരു സോസ്. ഈ ഒരു സോസ് നിങ്ങൾ പുറത്ത് വെച്ച് കുറച്ച് തണുക്കുന്ന സമയത്ത് ഇങ്ങനെ വലിച്ചിലുണ്ടാവില്ല കേട്ടോ, അതങ്ങ് കട്ടിയായി പോകും. അപ്പോൾ എപ്പോഴും ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാൻ വേണ്ടി നോക്കുക. ചൂടോടുകൂടി ചെയ്യുന്ന സമയത്താണ് ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു പ്ലേറ്റ് മുഴുവനായിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ഇങ്ങനെ സോസ് ഒഴിച്ചിട്ട് ഒന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മേലേക്കാണ് നമുക്ക് ചിക്കൻ വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് പുരട്ടി ഒന്ന് റൗണ്ടിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ ചിക്കൻ ഞാനൊന്ന് ഹാഫാക്കി മുറിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ 2 ഹാഫ് പീസ് ഒരു പ്ലേറ്റിലായിട്ടാണ് ഞാൻ വിളമ്പണത്. അപ്പോൾ അതാ 2 പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലേക്ക് നമ്മൾ ബാക്കിയുള്ള സോസും കൂടി ഇതിൻ്റെ മേലെ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഈ ഒരു ചിക്കൻ നന്നായിട്ട് കവർ ചെയ്ത് എടുക്കണം കേട്ടോ. ഈ ഒരു സോസിൽ മുങ്ങിക്കിടക്കണ പോലെയാണ് നമുക്ക് വേണ്ടത്. ആ ഒരു ഗ്രില്ല് ചെയ്ത ചിക്കൻ നമുക്ക് കാണില്ല, നമുക്ക് ഈ ഒരു സോസിൽ മുങ്ങിക്കിടക്കുന്ന ചിക്കനായിട്ടാണ് വേണ്ടത്. അപ്പോൾ നന്നായിട്ട് സോസ് ഇതിൻ്റെ മേലെ ഒഴിച്ച് കൊടുക്കുക. ഇത് ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഓർമ്മയായത് നമ്മൾ ഇൻഫ്യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഞാനിത് സോസ് ഒഴിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ചിക്കൻ്റെ ഉള്ളിലേക്ക് ഇനി നമ്മൾ ഇത് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോണത്. ശരിക്കും ഈ ഒരു സോസ് ഒഴിക്കുന്നതിൻ്റെ മുന്നേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസിയാണ്, അത്രേ ഉള്ളൂ. ഒഴിച്ചെന്ന് വെച്ചിട്ട് കുഴപ്പമുണ്ടെന്നല്ല, കുറച്ചും കൂടി ഈസിയാണ്. നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു ചില്ലി ഗാർലിക് മയോണീസ് ഇല്ല, അതാണിത് കേട്ടോ. അതിങ്ങനത്തെ ഇഞ്ചക്ടർ വാങ്ങാൻ വേണ്ടി കിട്ടും, ഇങ്ങനെ ഈ ഒരു ഫുഡിന് ഉപയോഗിക്കുന്ന. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇതൊന്ന് ഫില്ല് ചെയ്ത് എടുക്കണം കേട്ടോ. ആ ഒരു ഇഞ്ചക്ടറിൽ ഇത് ഇങ്ങനെ ഒന്ന് ഫില്ല് ചെയ്ത് എടുക്കുക. ഇപ്പോൾ അതായത് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഒരു ചിക്കൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് ആദ്യം തന്നെ നമ്മൾ ആ സോസ് ഒഴിക്കുന്നതിൻ്റെ മുന്നേ ചെയ്താൽ കുറച്ചും കൂടെ ഈസിയാണ് ചെയ്യാൻ. ഞാനിപ്പോൾ അത് വിട്ടുപോയതുകൊണ്ട് ലാസ്റ്റാണ് ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ മറന്നു പോകാണ്ട് ആദ്യം തന്നെ ഫില്ല് ചെയ്തോ. അപ്പോൾ അത് എല്ലാ ഭാഗത്തും ഇങ്ങനെ ഇഞ്ചെക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, ഉള്ളിൽ ഫുള്ള് നിറയും. എന്നിട്ട് ബാക്കിയുള്ളതാണ് ഈ പുറത്തേക്ക് വരുന്നത് കേട്ടോ. കംപ്ലീറ്റ് ഇതാ ഉള്ളിൽ ഇങ്ങനെ നിറച്ച് കൊടുക്കുക. നന്നായിട്ട് അങ്ങോട്ട് കുത്തിയിട്ട് തേച്ച് കൊടുക്കണം, അല്ലാണ്ട് ജസ്റ്റ് കുത്തിയപാട് അങ്ങിട്ടാലും പുറത്തേക്കാണ് വരിക. ഈ ഒരു ചിക്കൻ്റെ ഉള്ളിലാണ് നമുക്ക് ഇതിൻ്റെ ഈ ഒരു ചില്ലി ഗാർലിക് മയോണൈസ് നിറയേണ്ടത്. അപ്പോൾ അത് നന്നായിട്ട് എല്ലാ ഭാഗത്തും ഇതേപോലെ നിറച്ച് ഇതിങ്ങനെ ഈ ഒരു ഇത് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതെടുത്ത ആ ഒരു ഇത് മയോണൈസ് നമ്മൾ നിറച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗത്തും നോക്കിയിട്ട് ഇഞ്ചെക്ട് ചെയ്യുക. ഇനി ഇതിനെ ഒന്നും കൂടെ കുറച്ചും കൂടെ ക്രീം ആ ഒരു സോസ് എടുത്തിട്ട് ഒന്ന് കവർ ചെയ്ത് മാറ്റിയാൽ മതി കേട്ടോ. അത് കണ്ടില്ലേ, ഒന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
ഇതാണ് നമ്മൾ നല്ല പൈസയും കൊടുത്തിട്ട് റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങുന്ന ഒരു ഇൻഫ്യൂസ്ഡ് ചിക്കൻ എന്ന് പറയുന്നത് കേട്ടോ. പല ഫ്ലേവറിലും ഉണ്ടാക്കും. ഞാനിപ്പോൾ ഉണ്ടാക്കിയ ഈ ഒരു ഫ്ലേവർ എന്ന് പറയുന്നത് ചീസി ഫ്ലേവറിലുള്ള ഒരു ഇൻഫ്യൂസ്ഡ് ചിക്കൻ ആണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് സെർവ് ചെയ്യുമ്പോൾ അവർ കൊണ്ടു തരാന്ന് വെച്ചാൽ കുറച്ച് തീ ഒന്ന് ഇങ്ങനെ ഇതിൻ്റെ മേലെ എല്ലായിടത്തും ഒന്ന് കത്തിച്ചു കൊടുക്കും കേട്ടോ. എന്തിനാന്ന് വെച്ചാൽ ആ ഒരു ചൂടോട് കൂടി തന്നെ ഒന്ന് ഒരു മെൽറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, അത് ചൂടിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് തീ ഒന്ന് കത്തിച്ചു കൊടുക്കും. അപ്പോൾ ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും. നല്ലൊരു ഗ്ലേസിങ്ങോട് കൂടിയായിരിക്കും നമുക്ക് തരിക. എന്നാൽ ആ ഒരു സമയത്ത് ഇങ്ങനെ ഈ ഒരു തീയും കൂടി കത്തിക്കുന്നതുകൊണ്ടാണ് നല്ലൊരു ഗ്ലേസിങ് വരിക. അപ്പോൾ അതാ ഞാൻ ഇതിൻ്റെ കൂടെ എടുത്തതെന്ന് വെച്ചാൽ നമ്മളെ റൊട്ടിയാണ് കേട്ടോ, കുബൂസാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് തിന്നുന്നത്. ഈ ഒരു സോസിന് തന്നെ ഉണ്ടല്ലോ, അപാര ടേസ്റ്റാണ് കേട്ടോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും ടേസ്റ്റ് ആയിട്ടുള്ളൊരു സോസാണ്. അതേപോലെ തന്നെ ഈ ഒരു ചിക്കൻ നമ്മൾ സ്ലോ കുക്ക് ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു ചിക്കൻ ഉണ്ടാവുക കേട്ടോ. ഭയങ്കര സോഫ്റ്റ് എന്ന് വെച്ചാൽ അത്രയും സോഫ്റ്റ് ആയിരിക്കും. അതിനാണ് ടെമ്പറേച്ചർ കുറച്ചിട്ട് ഒരുപാട് സമയം എടുത്തിട്ട് നമ്മളിത് കുക്ക് ചെയ്യണം എന്ന് പറയുന്നത്. ആ ഒരു രീതിയിൽ കുക്ക് ചെയ്താൽ മാത്രമാണ് ഇത്രയും സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുക. നല്ല ടേസ്റ്റാണ്. ഉള്ളിലൊക്കെ ആ ഒരു മയോണൈസ് നമ്മൾ ഫില്ല് ചെയ്തുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഒന്നും ഇതിന് എക്സ്ട്രാ നമുക്ക് ഒരു സോസോ ഡിപ്പിംഗ് ഒന്നും വേണ്ടിയില്ല. ഇങ്ങനെ തന്നെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പം പുറത്ത് പോയിട്ട് ഇത് വാങ്ങി കഴിക്കേണ്ടില്ല, വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പം ഇൻഷാല്ലാ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം ഇൻഷാല്ലാ അടുത്തതിൽ കാണാം. അസ്സലാമു അലൈക്കും.